വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് പരിപ്പിടുമ്പോഴാണ്. നമ്മുടെ ഈ പരിപ്പ് കറി പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണെങ്കിലും നല്ല സ്വാദുള്ള ഒരു കറി തന്നെയാണ്. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 4 പച്ചമുളക്, 2 മീഡിയം സൈസ് സവാള, ഒരു വലിയ പഴുത്ത തക്കാളി എന്നിവ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ തിളപ്പിച്ച വെള്ളമല്ല ഒഴിച്ചിട്ടുള്ളത്, സാധാരണ തിളപ്പിക്കാത്ത വെള്ളം തന്നെയാണ്. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നമുക്ക് കറിയിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ പ്രവാസികൾ ജോലി കഴിഞ്ഞ് വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കറിയാണ് ഈ പരിപ്പ് കറി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറവിടണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചിടാം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. വറവ് റെഡി. നമ്മുടെ പരിപ്പ് കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വറവ് പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഉടനെ ഇളക്കി യോജിപ്പിക്കരുത്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചാലാണ് ആ കറിവേപ്പിലയുടെയും വറവിൻ്റെയൊക്കെ മണം അതിലേക്ക് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. നമ്മൾ ഗൾഫിലൊക്കെയുള്ള ആളുകൾ വളരെ പെട്ടെന്നൊരു കറി വേണമെങ്കിൽ എപ്പോഴും പരിപ്പ് കറിയാണ് ചൂസ് ചെയ്യാറ്. കുക്ക് ചെയ്യാനായിട്ട് മടിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഈ പരിപ്പ് കറി. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, ദോശ, ചോറ് എന്നിവയ്ക്കെല്ലാം ഇത് നല്ല കോമ്പിനേഷനാണ്.